ഗുഡ് മോർണിംഗ്. ഏറ്റവും ബഹുമാനപ്പെട്ട സർ സെയ്ദ് കോളേജിൻ്റെ പ്രിൻസിപ്പലും സർവോപരി EXIGO-21 പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനും കൂടിയായിട്ടുള്ള ഡോക്ടർ ഇസ്മായിൽ സർ, EXIGO-21 ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട കണ്ണൂർ സർവകലാശാല പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ സാബു സർ, EXIGO-21 പ്രോഗ്രാമിൽ മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ള കണ്ണൂർ സർവകലാശാലയുടെ മുൻ പ്രോ വൈസ് ചാൻസലറും SSIയുടെ സ്റ്റേറ്റ് ഡയറക്ടറും സർവോപരി സർ സെയ്ദ് കോളേജിന്റെ മുൻ അധ്യാപകനും കൂടിയായിട്ടുള്ള കുട്ടിക്കൃഷ്ണൻ സർ, ഈ ഒരു പ്രോഗ്രാമിൽ കരിയർ ആഫ്റ്റർ ഡിഗ്രി കോഴ്സസ് എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിച്ചിട്ടുള്ള കേരള കേന്ദ്ര സർവകലാശാലയുടെ വിദ്യാഭ്യാസ വിഭാഗം പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ മുസ്തഫ സർ, സർ സെയ്ദ് കോളേജ് ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ നഫീസ ബേബി മാഡം, ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സർ സെയ്ദ് കോളേജിലെ അധ്യാപകരെ, അതേപോലെ തന്നെ EXIGO-21 പ്രോഗ്രാമിലെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള സ്നേഹനിധികളായിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, ഇവിടെ നമ്മൾ EXIGO എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നേരത്തെ നിങ്ങൾ ഉദ്ഘാടന സെഷനിലും കീനോട്ട് അഡ്രസ്സിലും അതേപോലെ തന്നെ മുസ്തഫ സാറിന്റെ പ്രഭാഷണത്തിലുമൊക്കെ ഡിഗ്രി കോഴ്സിന്റെ പ്രാധാന്യവും അതിനുശേഷമുള്ള ഭാവിയെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. EXIGO എന്ന് പറയുന്ന പ്രോഗ്രാം സർ സെയ്ദ് കോളേജിൽ നടത്തുന്നത്, സർ സെയ്ദ് കോളേജിൽ IQAC-യുടെ നേതൃത്വത്തിൽ നടത്തുന്നതിന് വളരെ പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങളുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളിലായി പലപ്പോഴും കോളേജിൽ വരുന്ന വിദ്യാർത്ഥികൾ അവരൊരു പക്ഷേ ഇഷ്ടപ്പെട്ടിട്ട് ഒരു കോഴ്സ് സെലക്ട് ചെയ്തതായിരിക്കില്ല. ഫിസിക്സിന് അപ്ലൈ ചെയ്ത കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവുക, ഫിസിക്സ് ആഗ്രഹിച്ച കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവുക സുവോളജി ആയിരിക്കാം, സുവോളജി ആഗ്രഹിച്ച കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവുക ബോട്ടണി ആയിരിക്കും. സ്വാഭാവികമായിട്ടും കുറച്ച് സമയങ്ങളിൽ, കുറച്ച് മാസങ്ങളിൽ അവർ അത്തരത്തിലുള്ള ഒരു കോഴ്സുമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ അവർക്കുണ്ടാവുന്ന ആദ്യത്തെ 2 മാസത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സെമസ്റ്ററിലെയൊക്കെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കുറെ വർഷങ്ങളിലായി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നതാണ്. ഏത് കോഴ്സിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഏത് കോഴ്സിനെ കുറിച്ചും നമ്മൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാവുക, എല്ലാ കോഴ്സിനും അതിൻ്റെതായ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുക എന്നൊക്കെയുള്ളതാണ് ഈ ഒരു EXIGO പ്രോഗ്രാമിന്റെ പ്രോജ്വലമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. ആ ലക്ഷ്യ സഫലീകരണമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ കൊല്ലമാണ് സർ സെയ്ദ് കോളേജ് EXIGO-21 എന്ന് പറയുന്ന പ്രോഗ്രാം ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. എന്റെ മുമ്പിൽ പറയാനുള്ളത് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഈ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, എബൌട്ട് ദ EXIGO എന്നതാണ് ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏതൊക്കെ രീതിയിലാണ് ഈ പ്രോഗ്രാം നടക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയുവാനുള്ളത്. എബൌട്ട് ദ പ്രോഗ്രാം, ഞാൻ എബൌട്ട് ദ പ്രോഗ്രാം എന്ന് പറയുന്ന സെഷനിൽ ഏതൊക്കെ രീതിയിലാണ് ഇത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഞാൻ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞു കഴിഞ്ഞു, ഈ ഒരു EXIGO പ്രോഗ്രാമിന് വളരെ വ്യക്തമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. അതിലൊരു ലക്ഷ്യം എന്ന് പറയുന്നത് കണ്ണൂർ സർവകലാശാലയിലെ BA, BSc, BCom, BBA, BMMC എന്ന് വേണ്ട കോഴ്സുകളെ കുറിച്ച് വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും വേണ്ടിയിട്ടാണ് EXIGO എന്ന് പറയുന്ന പ്രോഗ്രാം സർ സെയ്ദ് കോളേജിൽ ആരംഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കാൻ, ഡിഗ്രിക്ക് ശേഷം ഉന്നത പഠന സാധ്യതകളെ കുറിച്ച് വ്യക്തമായ മാർഗരേഖ തരാനും, അതേപോലെ തന്നെ ഇന്ത്യയിലെ ടോപ്പ് റാങ്ക്ഡ് സർവകലാശാലകളെ പരിചയപ്പെടുത്താനും കൂടിയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. പഠനശേഷം നിങ്ങളുടെ തൊഴിൽ സാധ്യതകൾ മനസ്സിലാക്കാൻ, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ടോപ്പ് റാങ്ക്ഡ് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ലഭിക്കാനുള്ള വഴികൾ എന്തൊക്കെ എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് EXIGO എന്ന് പറയുന്ന പ്രോഗ്രാം ഈ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ, സർ സെയ്ദ് കോളേജിന്റെ IQAC-യുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത്. അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മൾ ഈ കോവിഡ് പാൻഡമിക്കിലാണ് ജീവിക്കുന്നത്. ഡിഗ്രി എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ ചെയ്യുന്നത് ഓൺലൈനിലായിരിക്കും മിക്കവാറും. ക്യാമ്പസിന്റെ മനോഹരമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് മാറി നിന്ന് നമ്മൾ വീടിന്റെ ഉള്ളിലെ ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഇരുന്നു കൊണ്ട് ലാപ്ടോപ്പിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലത്ത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില പ്ലാറ്റ്ഫോമുകൾ പരിചയപ്പെടേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് LMS, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ
ഇന്ന് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അടക്കം നമ്മളോട് നിർദ്ദേശിക്കുന്നത് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം വഴി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം? അതിന് നമ്മൾ പറയുന്നത് മൂഡിൽ LMS എന്നാണ്. സർ സെയ്ദ് കോളേജ് അടക്കമുള്ള കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള മുഴുവൻ കോളേജുകളിലും മൂഡിൽ LMS എന്ന് പറയുന്ന സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ ഗൂഗിൾ ക്ലാസ് റൂം നിങ്ങൾക്കറിയാം, ഗൂഗിൾ മീറ്റ് നിങ്ങൾക്കറിയാം. ഇത്തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ പറയുന്ന പ്രോഗ്രാമിനുണ്ട്. ഇതാണ് നമ്മുടെ അഭിമാനമായിട്ടുള്ള കണ്ണൂർ സർവകലാശാല. ഈ സർവകലാശാലയിലേക്ക് കീഴിലാണ് പലതരത്തിലുള്ള പല കോളേജുകളും ഉള്ളത്. ആ കോളേജിലുള്ള ആ കോളേജിലുള്ള വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾ അഡ്മിഷന്റെ ഫോമുകൾ രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള കുട്ടികൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ആ ഓപ്ഷനിൽ ഏത് കോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സിന് എത്ര മേൽ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ. നമുക്കറിയാം ഇപ്പൊ നമ്മുടെ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഈ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? ഇതിൽ രാവിലെ 11 മുതലാണ് ഏകദേശം നമ്മുടെ പ്രോഗ്രാം ക്ലാസ്സുകൾ ആരംഭിക്കുക. ഓരോ കോഴ്സിനെ കുറിച്ചും ഓരോ വ്യത്യസ്ത അധ്യാപകർ നിങ്ങളോട് പറയുക. അതിൽ 11 മണി തൊട്ട് 11:20 വരെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന BSc കോഴ്സുകളാണ്. BSc കോഴ്സിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ ഈ എണ്ണമാണ്. ഇതിൽ ആദ്യം പറയുന്നത് 11 മണി മുതൽ 11:20 വരെ മാത്തമാറ്റിക്സ് ആണ്. ദെൻ 11:20 മുതൽ 11:50 വരെ ബോട്ടണി എന്നുള്ള കോഴ്സാണ്. 11:50 തൊട്ട് 12:15 വരെ കെമിസ്ട്രിയാണ്. അങ്ങനെ വേണ്ട സർ സെയ്ദ് കോളേജിലുള്ള വളരെ പ്രധാനപ്പെട്ട കോഴ്സുകൾ. അത് മാത്രമല്ല, ഇത് കണ്ണൂർ സർവകലാശാലയ്ക്കുള്ള മിക്കവാറും കോളേജുകളിൽ ഈ കോഴ്സുകളുണ്ട്. അതുകൂടാതെ BSc സൈക്കോളജി എന്ന് പറയുന്ന സർ സെയ്ദ് കോളേജിന്റെ തൊട്ടടുത്ത സ്ഥാപനമായിട്ടുള്ള സർ സെയ്ദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു SSITS-ലുള്ള സൈക്കോളജി കോഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ സർ സെയ്ദ് കോളേജിന് പുറമെ മറ്റു കോളേജിലുള്ള വളരെ പ്രധാനപ്പെട്ട BSc കോഴ്സുകൾ ഏതൊക്കെ, അതേപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഈ കോഴ്സുകളൊക്കെ ഡീറ്റെയിൽസ് ഇന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 2 മണി വരെയാണ്. ആ 2 മണി വരെ നിങ്ങൾ കാണുന്ന ഓരോ കോഴ്സിനെ കുറിച്ചുമുള്ള സംശയങ്ങൾ, അതിന്റെ മറ്റെന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും 2 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഉള്ള ഗ്രൂപ്പിൽ നിങ്ങളുടെ സംശയം ചോദിക്കാം. ആ സംശയങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ നമ്മുടെ കൂടെയുള്ള കരിയറിസ്റ്റ് ആയിട്ടുള്ള, ഇന്ത്യയിൽ അറിയപ്പെടുന്ന കരിയർ ഗുരു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഡോക്ടർ ഷെരീഫ് പൂവൽ നമ്മുടെ കൂടെയുണ്ട്. സെഷന് ശേഷം അദ്ദേഹത്തിന്റെ സെഷൻ ബുധനാഴ്ചയുണ്ട്. ആ സെഷന് ശേഷം നിങ്ങളുടെ സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയും. നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ സംശയം ഈ പറയുന്ന ഗ്രൂപ്പുകളിൽ, നിങ്ങളുള്ള EXIGO-ക്ക് 4 ഗ്രൂപ്പ് ഉണ്ട്. ആ 4 ഗ്രൂപ്പിലും നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ ഉള്ളത് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആ സംശയം ചോദിക്കാം. ദെൻ അടുത്ത നാളെ, അതായത് 24-ാം തീയതി BA BCom കോഴ്സ്, അതേപോലെ തന്നെ BMMC എന്ന് പറയുന്ന മൾട്ടിമീഡിയ കോഴ്സിനെ കുറിച്ചുമാണ് സംവദിക്കുന്നത്. അതിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. കൃത്യം 9 മണി മുതൽ 9:50 വരെ ഹിസ്റ്ററിയുടെ കോഴ്സ് ഡീറ്റെയിൽസ് ആണ്. അങ്ങനെ 11:20 വരെ സർ സെയ്ദ് കോളേജിലുള്ള കോഴ്സാണ്. അതിനുശേഷം 11:20 മുതൽ 12 വരെ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന മറ്റു കോളേജിലുള്ള ഹ്യൂമാനിറ്റീസ് ആൻഡ് കോമേഴ്സ് കോഴ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തും. അതിനുശേഷം 1 മണി മുതൽ 6 മണി വരെയുള്ള സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ഈ ഗ്രൂപ്പിൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ ഈ പറയുന്ന ഷെരീഫ് പൂവൽ നിങ്ങൾക്ക് തരും. അതുകൂടാതെ ബുധനാഴ്ച നമ്മൾ വെച്ചിരിക്കുന്നത് ബിയോണ്ട് ദ ബോർഡർ, എ റോഡ് മാപ്പ് ഓഫ് കരിയർ സക്സസ്. നിങ്ങൾ ഓരോ കോഴ്സിനെ കുറിച്ചും ഓരോ അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള, അതിനും അപ്പുറത്തേക്ക് ഏതൊക്കെ ഫെലോഷിപ്പുകൾ നിങ്ങൾക്ക് ലഭ്യമാവും. നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. അതേപോലെ തന്നെ PGക്ക് പഠിക്കാൻ പോകേണ്ട ചില നിർദ്ദേശങ്ങൾ, എങ്ങനെ അന്ന് വേണ്ട വളരെ വ്യക്തമായിട്ടുള്ള റോഡ് മാപ്പ് ടു ദ കരിയർ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സിനെ കുറിച്ച്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകളെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശം ഷെരീഫ് പൂവൽ നിങ്ങൾക്ക് നൽകും. അതുകൂടാതെ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ഈ പറയുന്ന 2 ദിവസങ്ങളിലും കണ്ടിട്ടുള്ള ഓരോ കോഴ്സുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള, നിങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുന്ന സംശയ ദൂരീകരണ സെഷനാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ളത്, ബുധനാഴ്ചയുള്ളത്. അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ട തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തരാൻ ഈ 3 ദിവസം ഞങ്ങൾക്ക് കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള ഒരു സക്സസ് സ്റ്റോറിയിൽ നിന്നാണ് ഞങ്ങൾ വീണ്ടും ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. നമ്മുടെ കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ ഇത്തരം കോഴ്സുകളാണ് നിലവിലുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. BSc BCA കോഴ്സുകൾ 20 എണ്ണമുണ്ട്.
BA കോഴ്സുകൾ 19 എണ്ണോളമുണ്ട്. ദെൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് 3 കോഴ്സുകളാണ്. BPEd എന്ന് പറയുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു കോഴ്സ് ഉണ്ട്, അത് ഒന്നാണ്. BSW എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട് ഒന്ന്. അതേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന 3 കോഴ്സ് ഉണ്ട്. മൊത്തം 47 കോഴ്സുകളാണ് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ വിവിധ ഡിഗ്രി കോഴ്സുകളായിട്ട് നടത്തപ്പെടുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള കോഴ്സുകൾ പഠിച്ചതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു സ്വപ്നം ഉണ്ടാവണം. നേരത്തെ കുട്ടിക്കൃഷ്ണൻ സാറും അതോടൊപ്പം തന്നെ സാബു സാറും അതേപോലെ മുസ്തഫ സാറും ഒക്കെ വ്യക്തമായിട്ടുള്ള മോട്ടിവേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ഡിഗ്രിക്ക് ശേഷം PGക്ക് പഠിക്കണമെന്ന സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇത്രയുമാണ് ഇന്ത്യയിലെ ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റി. ഒന്നാമത്തെ യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയാണ്. ഓരോ കാലഘട്ടത്തിലുമുള്ള റാങ്കിങ് അനുസരിച്ചിട്ടാണ് ഈ യൂണിവേഴ്സിറ്റിയെ റാങ്ക് ചെയ്തിട്ടുള്ളത്. ഈ റാങ്കുകൾ ചില സമയത്ത് ചെറിയ രീതിയിൽ മാറാറുണ്ട്. എന്നിരുന്നാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റാങ്കിങ് പാറ്റേൺ ഇതാണ്. ഈ യൂണിവേഴ്സിറ്റിയിലായിരിക്കണം നിങ്ങൾക്ക് PG പഠനം ആഗ്രഹിക്കേണ്ടത്. അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഒരു ആഗ്രഹങ്ങൾ നിലനിർത്തിക്കൊണ്ടായിരിക്കണം ഈ കോഴ്സൊക്കെ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഒക്കെ നിങ്ങൾ വീക്ഷിക്കേണ്ടത്. ഇതാണ് ഇന്ത്യയിലെ ടോപ്പ് റാങ്ക്ഡ് യൂണിവേഴ്സിറ്റികൾ. ഏറ്റവും പഴക്കമാർന്ന, നേരത്തെ മുസ്തഫ സാറ് പറഞ്ഞിട്ടുണ്ട് യൂണിവേഴ്സിറ്റികളുടെ എണ്ണമൊക്കെ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഈ യൂണിവേഴ്സിറ്റികളൊക്കെ നിങ്ങൾക്ക് ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ PGക്ക് പോകാനുള്ള സ്വപ്ന തുല്യമായിട്ടുള്ള സർവകലാശാലയായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളിത് ഓർമ്മപ്പെടുത്തി വെക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ, നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ തരത്തിലൊക്കെ പഠിക്കുകയും ആ തരത്തിലൊക്കെ പോവാനുള്ള ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യൂ. ഇതാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രഗത്ഭമായിട്ടുള്ള IIT-കൾ ഉണ്ട്. ഇത് ടോപ്പ് റാങ്ക്ഡ് IIT ആണ്. 2020 വരെയുള്ള കണക്കാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്. ഈ IIT-കളിലൊക്കെ നിങ്ങൾക്ക് PGക്ക് പോകാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇതിന്റെ സമയക്കുറവ് കൊണ്ട് പറയുന്നില്ല. ഈ IIT-കളായിരിക്കണം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട സ്വപ്ന ഭൂമിക. ടോപ്പ് 10 IIT കോളേജുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള കോളേജിൽ നിന്നോ നമ്മുടെ നാട്ടിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റിക്ക് അപ്പുറമുള്ള വലിയ ലോകമാണ്. ഇവിടേക്ക് എത്തുമ്പോൾ നമ്മളിൽ തന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയാൻ കഴിഞ്ഞുകൊണ്ട് ലോകമറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരായിട്ട്, ലോകമറിയപ്പെടുന്ന ചരിത്രകാരന്മാരായിട്ടൊക്കെ മാറാൻ കഴിയുന്ന ക്യാമ്പസുകളാണ് ഈ പറയുന്നതൊക്കെ. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഈ പ്രോഗ്രാം കാണുമ്പോൾ ഉണ്ടാവണം. കണ്ണൂർ സർവകലാശാലയുടെ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ്. വളരെ വ്യക്തമായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാൻ കഴിയും. ഇത് സർ സെയ്ദ് കോളേജിന്റെ വെബ്സൈറ്റ് ആണ്. സർ സെയ്ദ് കോളേജിലും ഈ പറയുന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് സർ സെയ്ദ് കോളേജിന്റെ വെബ്സൈറ്റും വിസിറ്റ് ചെയ്യാവുന്നതാണ്. സർ സെയ്ദ് കോളേജിന്റെ വെബ്സൈറ്റിന്റെ അഡ്രസ് എന്ന് പറയുന്നത് ഇതാണ്, www.sarseydcollege.ac.in ആണ്. ഇത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ചില വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളും അഡ്മിഷൻ പ്രൊസീജിയറും ഒക്കെ ഈ സൈറ്റിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ കോഴ്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മൂഡിൽ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾ സ്വാഭാവികമായിട്ടും ഏത് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ ഏത് കോളേജിൽ പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. ഇത് സർ സെയ്ദ് കോളേജിലെ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ്. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ പ്രതിദാനം ചെയ്യുന്നത് ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലാണ്. ബോട്ടണിയുമായി ബന്ധപ്പെട്ട ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇങ്ങനെയുള്ള ഒരു സൈറ്റ് ഓപ്പൺ ആവും. ഈ സൈറ്റിൽ വ്യക്തമായിട്ടുള്ള കോഴ്സ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് ഓരോ സെമസ്റ്ററിലും ഏതൊക്കെ പഠിക്കാനുണ്ട്, ആ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിൽ ഇത് ലഭ്യമായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽ ലഭ്യമായിരിക്കും. ക്വസ്റ്റ്യൻ ബാങ്ക് ലഭ്യമായിരിക്കും. അങ്ങനെ കുട്ടിക്ക് പഠിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും ലഭ്യമാക്കുന്ന സംവിധാനമാണ് ഗൂഗിൾ വഴി നമ്മൾ മൂഡിൽ LMS എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ നൽകുന്നത്. അത് മുഴുവൻ കോളേജിലുമുണ്ട്. കണ്ണൂർ സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യമായിട്ട് തരത്തിലുള്ള മൂഡിൽ LMS സംവിധാനമൊക്കെ ഇത്രയും നല്ല രീതിയിൽ സംവിധാനിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഓരോ കോളേജിലും അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സൈറ്റ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പോകുന്നില്ല. എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഏറ്റവും ഊഷ്മളമായിട്ട് സ്നേഹത്തോടു കൂടി ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. ഓരോ ആളുകളും ഈ കോഴ്സുകൾ ഡീറ്റെയിൽസ് കാണുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നും അതേപോലെ തന്നെ നോട്ട്ബുക്കും ഉണ്ടാവണം. നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അവിടെ നോട്ട് ചെയ്യണം. ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസും കോഴ്സിന്റെ സാധ്യതകളൊക്കെ നിങ്ങളൊരു നോട്ട്ബുക്ക് കയ്യിൽ കരുതിക്കൊണ്ടായിരിക്കണം നിങ്ങൾ കോഴ്സ് അറ്റൻഡ് ചെയ്യേണ്ടത്. പിന്നീട് നിങ്ങൾക്ക് മറന്നുപോകും. പിന്നീട് വീഡിയോ കാണുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ കോഴ്സും കാണുന്ന സമയത്ത് ഒരു നോട്ട്ബുക്കിൽ ഒരു പേജിൽ ഇപ്പൊ BSc മാത്തമാറ്റിക്സിനെ കുറിച്ച് ഉള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ ആ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കണം. അങ്ങനെ എഴുതി വെച്ചുകൊണ്ട് അതിന്റെ ഫോളോ അപ്പുകൾ നിങ്ങൾ നടത്തണം. അങ്ങനെ ഏത് കോഴ്സാണോ നിങ്ങൾ ചേരുന്നത്
ആ കോഴ്സിനെ കുറിച്ചുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഈ 3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അതിന് നിങ്ങൾ ഇതെല്ലാം നോട്ട് ചെയ്തുകൊണ്ട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമുകൾ നിങ്ങൾ പരമാവധി ഉപയോഗിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.